ട്രിഗണോമെട്രിയിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A rectangular board is to be cut along the diagonal and the pieces rearranged to form an equilateral triangle as shown below. The sides of the triangle must be 50 centimeter. What should be the length and breadth of the rectangle? അതായത് ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു റെക്ടാംഗിളും കാണാൻ പറ്റും, ഒരു ട്രയാംഗിളും കാണാൻ പറ്റും, ഒരു ചതുരമുണ്ട്, ഒരു ത്രികോണമുണ്ട്. ഒരു ചതുര പലക വികരണത്തിലൂടെ മുറിച്ചു. ഇവിടെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് റെഡിങ്ങില് വികരണത്തിലൂടെ മുറിച്ചു, ഡയഗണൽ ആയിട്ട് മുറിച്ച് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാറ്റി അടുക്കി ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ത്രികോണം സമഭുജ ത്രികോണമാണ് കേട്ടോ, അഥവാ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. എന്താ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ത്രികോണത്തിന്റെ വശങ്ങൾ 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ ത്രികോണത്തിന്റെ വശങ്ങൾ 50 ആണ്. ഇവിടെ പേന എവിടെ? അപ്പൊ ഇവിടെ 50 വരും, ഇവിടെ 50 വരും. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ലെങ്ത് 50 ആയിരിക്കും. അത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ബേസ് എന്ത് ചെയ്യും? അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ 25 വരും, ഇവിടെയും 25 വരും. ഓക്കെ, ഇനി ചതുരത്തിന്റെ നീളവും വീതി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചതുരം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാൻ ഇവിടെ കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഈ ട്രയാംഗിൾ ഉണ്ടല്ലോ, ആ ട്രയാംഗിളിന്റെ ഈ മൂല ഇവിടെ കൊടുന്ന് വെച്ചു. ഓക്കെ, ഈ പോയിന്റ് എടുത്ത് ഇവിടെ കൊടുന്ന് വെച്ചപ്പോഴല്ലേ നമുക്ക് ഈ ട്രയാംഗിൾ കിട്ടിയത് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാംഗിളിന്റെ ബേസ്, ഒരു മിനിറ്റ്, ഓക്കെ, ഈ ട്രയാംഗിളിന്റെ ബേസ് ഇവിടെയുള്ള ഈ 25 തന്നെ ആയിരിക്കില്ലേ ഇവിടെയും വരിക അല്ലെ? കാരണം ആ ലെങ്ത് മാറിയിട്ടില്ലല്ലോ, ഈ ത്രികോണത്തിന് ഇവിടെ നടക്കിയിട്ടില്ല. അപ്പൊ ഈ ലെങ്ത് നമുക്ക് കിട്ടിയ എത്രയാ? 25. ഇനി വേണ്ടത് ഏതാ? ഈ ലെങ്ത് ആണ്. അതാണ് ചതുരത്തിന്റെ ഓരോ വശങ്ങൾ. അതായത് ഈ ത്രികോണത്തിന്റെ ഈ ഹൈറ്റ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ത്രികോണം കിട്ടിയില്ലേ, നോക്കിയേ, കണ്ടോ? ഇവിടെ ഈ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആയതുകൊണ്ട് ഇത് 60 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? 30 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് റേഷ്യോ അറിയാം. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. 1ന്റെ സ്ഥാനത്ത് 25 ആണെന്നുണ്ടെങ്കിൽ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 25 √3. സോറി, 25 √3. ഓക്കെ, 25 √3. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ? ഇവിടെ 25 √3. ഓക്കെ, അപ്പോ ഒരു ചതുരത്തിനെ രണ്ടാക്കി മുറിച്ചിട്ട് ത്രികോണങ്ങളാക്കി വെച്ചു. ആ ചിത്രമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, അഥവാ സമഭുജ ത്രികോണാണ്. അപ്പൊ എല്ലാ വശവും 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബേസ് 25 വരും. ആ ലെങ്ത് തന്നെ ആയിരിക്കും ഇവിടെ 25 കിട്ടുക. ദെൻ ആംഗിളുകൾ 60, 30, 90 വരും. 30 ഓപ്പോസിറ്റ് 1. ഇവിടെ 60 വരാൻ കാരണം എന്താ ഞാൻ പറഞ്ഞു? ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു ആംഗിൾ 60 ആയിരിക്കും. പിന്നെ നമ്മൾ വരക്കുന്ന ബേസ് ഹൈറ്റ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ 30 വരും ഓട്ടോമാറ്റിക്കലി. 30, 60, 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 ആണ്. ഒന്നിന്റെ സ്ഥാനത്ത് 25 ആണ്. അപ്പൊ √3യുടെ സ്ഥാനത്ത് എന്ത് വരും? 25 √3. അപ്പൊ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി അല്ലെ? നീളം 25, വീതി 25 √3. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, രണ്ട് വശങ്ങൾ, ഓരോ സൈഡുകൾ നമ്മൾ ആ റെക്ടാംഗിൾ വരച്ചിട്ട് ആ സൈഡുകളൊന്നും അടയാളപ്പെടുത്തിയാൽ മതി. താഴെ 25 വരും, ഇവിടെ ഈ നീളം 25 √3 വരും. ഓക്കെ.